Nothing is more common than an unsuccessful man with talent. 2017 സുക്കർബർഗ് ഹാർവാർഡിൽ നടത്തിയ ഒരു സ്പീച്ചിൽ പറയുന്നുണ്ട്, Facebook was not the first thing he built. Facebook wasn't the first thing I built. I also built chat systems and games, study tools and music players, and I'm not alone. സുക്കർബർഗ് പറഞ്ഞതുപോലെ തുടക്കത്തിൽ പിയാനോയും പേപ്പർ കപ്പും സെല്ല് ചെയ്തുകൊണ്ട് സക്സസിനെ ഒരു ലോങ് ഡിസ്റ്റൻസിൽ നോക്കേണ്ടി വന്നൊരു വ്യക്തി വലിയ പ്രതീക്ഷയെ ജീവിച്ചു തുടങ്ങുന്ന ഓരോ ബിസിനസ്സും അവസാനിക്കുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലേക്ക് ജീവിച്ചു പോകാൻ കിട്ടുന്ന ഒരു ഡിജിറ്റിലേക്ക് ആകുമ്പോഴും അദ്ദേഹം പിന്മാറിയില്ല, എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. 1954 താൻ ആ കാലത്ത് ഏർപ്പെട്ടിരുന്ന ഒരു മൾട്ടിമിക്സർ പ്രൊഡക്റ്റിൻ്റെ സെയിൽസിൽ പതിവിന് വിപരീതമായി കാലിഫോർണിയയിലെ സെൻറ്റ് ബെർണാർഡിനോയിൽ നിന്നുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും 8 മൾട്ടിമിക്സറിന് ഓർഡർ ലഭിച്ചു. ഒരൊറ്റ റെസ്റ്റോറൻറ്റിലേക്ക് മാത്രം. ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഒരു പർച്ചേസ് ഓർഡർ ലഭിച്ചത് അയാളെ ആശ്ചര്യപ്പെടുത്തി. മറ്റൊന്നും നഷ്ടപ്പെടാനില്ലാത്ത അയാൾ തൻ്റെ ഹോം ടൗൺ ആയ ഇല്ലിനോയ്സിൽ നിന്നും 3200 കിലോമീറ്റർ ദൂരെയുള്ള കാലിഫോർണിയയിലെ ആ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. 52-ാമത്തെ വയസ്സിൽ ആ തീരുമാനം അയാളെ കൊണ്ടെത്തിച്ചത് 2025 100-ലധികം രാജ്യങ്ങളിൽ 41,000-ലധികം റെസ്റ്റോറൻറ്റുകളുള്ള 220 ബില്യൺ USD മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ സ്വന്തമാക്കിയ ബിസിനസ് സാമ്രാജ്യത്തിലേക്കാണ്. ദ നെയിം ഈസ് റൈമണ്ട് ആൽബർട്ട് ക്രോക്ക് അക്കാർഡേ, മക്ഡൊണാൾഡ്സിൻ്റെ തലതൊട്ടപ്പം. ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം മക്ഡൊണാൾഡ്സിൻ്റെ മുഴുവൻ ചരിത്രം പറയാനായിട്ടുള്ള ബർഗേഴ്സിൻ്റെയും ഫ്രഞ്ച് ഫ്രൈസിൻ്റെയും ബൈറ്റ്സിലൂടെ നമ്മൾ കാണുന്ന ഒരു ഫുഡ് ചെയിൻ ബിസിനസ്, എന്നാൽ അതിന് പിന്നിലുള്ള ഒരു മാസ്റ്റർ ക്ലാസ് ടാക്സ് സ്ട്രാറ്റജിയിൽ റാപ്പ് ചെയ്ത റിയൽ എസ്റ്റേറ്റ് എംപയറിനെ പറ്റിയാണ്. ഹൗ മക്ഡൊണാൾഡ്സ് സേവ് ടാക്സ് യൂസിങ് റിയൽ എസ്റ്റേറ്റ്. മക്ഡൊണാൾഡ്സിൻ്റെ ഈ ഒരു തുടക്കം പറയാതെ നമുക്ക് അതിനകത്തേക്ക് എത്താനും കഴിയില്ല. 1954 റേ ക്രോക്ക് മക്ഡൊണാൾഡ്സ് ഫൗണ്ടറായ ബ്രദർ റിച്ചാർഡ് മോറിസിനെയും മക്ഡൊണാൾഡ്സിനെയും മീറ്റ് ചെയ്യുന്നു. അവർ ഒരു ഫാസ്റ്റ് ഫുഡ് സർവീസിൽ തങ്ങൾ ആവിഷ്കരിച്ച സ്പീഡി സർവീസ് സിസ്റ്റം റേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിൽ ആകർഷണമായ റേ തങ്ങളുടെ റെസ്റ്റോറൻറ്റ്സിനെ ഫ്രാഞ്ചൈസി മോഡലിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ബ്രദേഴ്സുമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തുടർന്ന് 1.9% ഗ്രോസ് സെയിലിൽ നിന്നും 0.5% റോയൽറ്റി എഗ്രി ചെയ്തുകൊണ്ട് റേ ക്രോക്ക് മക്ഡൊണാൾഡ്സിൻ്റെ ഫ്രാഞ്ചൈസി ഏജൻ്റ് ആകും. തുടർന്ന് ഈ ഫ്രാഞ്ചൈസി സിസ്റ്റം എക്സ്പാൻഷന് വേണ്ടി ക്യാപിറ്റലിനുമായി റേ ക്രോക്ക് തൻ്റെ വീട് ബാങ്കിൽ പണയപ്പെടുത്തുകയാണ്. ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ്സ് തുടങ്ങിയതിനു ശേഷം റേ നേരിട്ട മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ മക്ഡൊണാൾഡ്സിൻ്റെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാതെ റൺ ഔട്ട്ലെറ്റ്സ് ആയിരുന്നു. ഇതിനിടയിൽ 0.5% റോയൽറ്റിയിൽ നിന്നും റേ ക്രോക്ക് തൻ്റെ ഹോം ലോൺ പോലും തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരികയും ചെയ്തു. ബ്രദേഴ്സിനോട് കൂടുതൽ പെർസെൻറ്റേജ് ആവശ്യപ്പെടുകയും റേയുടെ ആവശ്യം ബ്രദേഴ്സ് പാടെ നിഷേധിക്കുകയാണ്. വൈകാതെ റേ ക്രോക്ക് മനസ്സിലായി ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചാൽ പോലും 0.5% റോയൽറ്റി വഴി തനിക്ക് സമ്പന്നനാകാൻ സാധിക്കില്ല. 1956 ഫിനാൻസ് എക്സ്പേർട്ട് ആയിട്ടുള്ള ഹാരി ജി സാൻബോണിനെ റേ പരിചയപ്പെടുകയാണ്. തൻ്റെ വിശകലനത്തിലൂടെ സാൻബോൺ കണ്ടെത്തുന്നു റേ ക്രോക്ക് തൻ്റെ ശരിക്കുമുള്ള പ്രശ്നം ബർഗർ സെല് ചെയ്യാത്തതോ അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാത്തതോ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ്സിൻ്റെയോ അല്ല. താൻ ഇനിയും റിയലൈസ് ചെയ്യാത്തത് കൊണ്ട് മാത്രം വലിയൊരു ശതമാനം പ്രോഫിറ്റ് മാർജിൻ ലഭിക്കാതെ പോകുന്നു. ഇതിൻ്റെ പിന്നെ നടക്കുന്ന വലിയൊരു ബിസിനസ് ഉണ്ട്. അതിനെ സൂചിപ്പിച്ചുകൊണ്ട് സാൻബോൺ റോയോട് പറയുകയാണ്, വി ആർ നോട്ട് ഇൻ ദ ഹാംബർഗർ ബിസിനസ്, വി ആർ ഇൻ ദ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. യെസ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിനായിട്ട് ഓൺ പ്രോപ്പർട്ടി ഇല്ലാതെ ഫ്രാഞ്ചൈസി ഓണർക്ക് ലാൻഡ് ലീസിന് എടുക്കുകയോ അല്ലെങ്കിൽ റെൻറ്റിന് എടുക്കുകയും ചെയ്യാം. ഇതുവഴി ലാൻഡ് ഓണർക്ക് നല്ലൊരു മാർജിനും ലഭിക്കും. റേ ക്രോക്കിന് ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ്സിൻ്റെ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കുമെങ്കിൽ ഇതുവഴി നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒപ്പം പ്രോപ്പർട്ടി ഓണർ ആകുമ്പോൾ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാതെ റൺ ചെയ്യുന്ന ഔട്ട്ലെറ്റ്സിന് മേൽ കൂടുതൽ നടപടി എടുക്കാൻ റേക്ക് പറ്റുകയും ചെയ്യും. സൺബേണിൻ്റെ നിർദ്ദേശപ്രകാരം 1956 റേ ഫ്രാഞ്ചൈസി റിയാലിറ്റി കോർപ്പറേഷൻ എന്ന പേരിൽ മക്ഡൊണാൾഡ്സിൻ്റെ അധീനതയിൽ വരാത്ത മറ്റൊരു കമ്പനി സ്വന്തം പേരിൽ ആരംഭിക്കുകയാണ്. ഇതിലൂടെ ഈ സണ്ണിബേൺ അറേഞ്ച് ചെയ്ത ലോൺസിലൂടെ റേ പുതിയ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടി സ്വന്തമാക്കുകയാണ്. ഫ്രാഞ്ചൈസി റിയാലിറ്റി കോർപ്പറേഷൻ മക്ഡൊണാൾഡ്സിൻ്റെ പരിധി വരാത്തതിനാൽ ബ്രദേഴ്സിന് ഇതിൽ കാര്യമായി ഒന്നും തന്നെ ചെയ്യാനുണ്ടാകും. റേ ക്രോക്കിൻ്റെ 0.5% റോയൽറ്റി കഴിഞ്ഞുള്ള 1.4% റോയൽറ്റി ബ്രദേഴ്സിന് ലഭിക്കുമ്പോൾ റേക്ക് 0.5 റോയൽറ്റിയുടെ ഒപ്പം ഫ്രാഞ്ചൈസി റിയാലിറ്റി കോർപ്പറേഷനോട് വലിയൊരു ശതമാനം റിയൽ എസ്റ്റേറ്റ് റവന്യൂ കൂടെ ലഭിക്കുന്നുണ്ടായിരുന്നു. ഇത് ചെന്നെത്തിയത് 1961 ബ്രദറിൻ്റെ കയ്യിൽ നിന്നും മക്ഡൊണാൾഡ്സിൻ്റെ കംപ്ലീറ്റ് റൈറ്റ് 2.7 മില്യൺ USD വാങ്ങുന്നതിലേക്കായിരുന്നു. ഒരു ഗ്ലോബൽ ബിസിനസ് ജയൻ്റായി മക്ഡൊണാൾഡ്സിനെ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞതിന് പിന്നിൽ മറ്റൊരു തന്ത്രം കൂടി ഉണ്ടായിരുന്നു, ടാക്സ്. റിയൽ എസ്റ്റേറ്റ് വഴി മക്ഡൊണാൾഡ്സ് ടാക്സ് സേവ് ചെയ്യുകയാണ് ചെയ്തത്. ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ്സുകളിൽ ഫ്രാഞ്ചൈസ് റിയാലിറ്റി കോർപ്പറേഷൻ നൽകുന്ന റെൻറ്റ് എക്സ്പെൻസിൽ ഉൾപ്പെടുന്നു. ഇതിലൂടെ ടാക്സബിൾ പ്രോഫിറ്റിൽ നിന്നും ഫ്രാഞ്ചൈസിന് ഒരു എമൗണ്ട് ഒഴിവാക്കപ്പെടുകയും ടാക്സ് കുറയുകയും ചെയ്യണം. അവിടെ മക്ഡൊണാൾഡ്സും ഫ്രാഞ്ചൈസി റിയാലിറ്റി കോർപ്പറേഷനും ലീഗലി ഒരു റിലേഷനും ഇല്ലാത്തതിനാൽ സെപ്പറേറ്റ് കമ്പനീസ് ആയതിനാലും സബ്സിഡറീസ് മുഖേന അവിടെയും ടാക്സ് കുറയുന്നുണ്ട്. ഇതിനൊപ്പം ഈ ഫ്രാഞ്ചൈസി റിയാലിറ്റി കോർപ്പറേഷൻ ടാക്സ് റിഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു ടൂളാണ് ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ബിൽഡിംഗ് ഓർ ലാൻഡ്സ് വാങ്ങുന്നതിനുള്ള FRCയുടെ വൺ ടൈം എക്സ്പെൻസിനെ ഡിപ്രീസിയേഷൻ വഴി സ്പ്രെഡ് ചെയ്ത് വർഷാവർഷമായി മാറ്റുകയും ചെയ്യുന്നു. സോ ഈ മക്ഡൊണാൾഡ്സിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക് ഇവിടെ കഴിയുന്നു.
ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ പ്രായം ചിലപ്പോൾ 20, 30, 45 ഒക്കെ ആകാം. കാലിഫോർണിയയിലെ ഈ ഒരു കൊച്ചു കോണിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യേണ്ട റെസ്റ്റോറൻറ്റ് ഗ്ലോബലി വളർത്തിയെടുക്കാൻ ഈ ഒരു 52 വയസ്സുകാരന് സാധിച്ചിട്ടുണ്ട്. If you are truly hungry for success, age doesn't matter. It's never too late to fly. Just fly, fly Messi, fly anyway.